കണ്ടു. അങ്ങനെ നമ്മൾ അമ്പത് ഇവിടെ നിന്ന് തെളിയുന്ന താജ്മഹലാണ്. എൻ്റെ മോനെ കഴിച്ചിട്ട് നീട്ടി പിടിച്ചേ. തൂക്കിടാ, തൂക്കി താജ്മഹലിനെ തൂക്കി. ബാബാ പ്രസാദ്. അപ്പൊ നമ്മളിത് ആഗ്രയിലുള്ള ആഗ്ര നമ്മുടെ ആദ്യത്തെ സ്പോട്ട് താജ്മഹലാണ്. നമ്മൾ താജ്മഹൽ കാണാനാണ് വന്നേക്കണേ. നമ്മൾ കുറെ സാധനം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ താജ്മഹൽ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ താജ്മഹൽ നേരിട്ട് കാണാൻ പോണേ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നമുക്ക് കാണാൻ ഭാഗ്യം കിട്ടണേ. അപ്പം വണ്ടി ഇവിടെ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ഈ താജ്മഹൽ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെയാണ് 2 ഗേറ്റ് ഉണ്ട്. വെസ്റ്റ് സൈഡിൽ കൊണ്ട് വണ്ടി പാർക്ക് കയറാനൊക്കെ കുറച്ചുകൂടെ ഒത്തിരി, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നടക്കേണ്ടി വരും. ഇവിടുന്ന് 500 മീറ്റർ ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. വെസ്റ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. 20 രൂപയാണ് പാർക്കിംഗ് ഫീസ്. ഇനി നമുക്ക് നടന്നങ്ങ് പോയാൽ മതി അല്ലേ. പിന്നെ ഓൺലൈനിൽ നമുക്ക് ഇവിടുന്ന് നമ്മുടെ അങ്ങോട്ടുള്ള പാസ് എടുക്കാൻ പറ്റും. അതിന് 50 രൂപ ഉള്ളൂ. ഓൺലൈനിൽ 50 രൂപ ഉള്ളൂ. നമുക്ക് ഇവിടെ ചെന്ന് എടുക്കുകയാണെങ്കിൽ 50 രൂപ ഉള്ളൂ. അതെ. പിന്നെ അവിടെ ചെന്ന് ക്യൂ നിൽക്കാൻ മടിയാണെങ്കിൽ നേരെ നമ്മൾ ഓൺലൈനിൽ എടുക്കുക. ഇപ്പം ശരിക്കും സീസണാണ്, ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്ന സമയമല്ലേ. അപ്പം മലയാളീസ് ഒത്തിരി പേര് വരുന്നുണ്ടെന്നാണ് നമ്മളവിടെ നിന്നപ്പം ആ ചേട്ടായി പറഞ്ഞു കൊടുത്തത്. ഉണ്ടല്ലേ, ഇതെല്ലാം തന്നെ വണ്ടികളാണ്. നമ്മളിവിടുന്ന് വഴിക്കട വണ്ടി കൊണ്ട് വരുമ്പോൾ തന്നെ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കും. താജ്മഹലാന്ന് പറയും. എന്നാൽ വാ കയറ്, ഞങ്ങളുടെ ഗൈഡാ ഇറക്കി നിങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും താജ്മഹലിനെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളെല്ലാവരും തന്നെ ചെറുപ്പം മുതൽ പഠിക്കുമോ. അത് തന്നെ. പിന്നെ നമ്മൾ കൂടുതലും കണ്ടേക്കണം നമ്മൾ സിനിമയിലും എല്ലാം കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളന്ന് അതുകൊണ്ട് ഓടിപ്പിടിച്ച് പോകട്ടോ അങ്ങോട്ട്. നമ്മളിപ്പോൾ താജ്മഹൽ കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴി തന്നെ എടുത്തത്. താജ്മഹൽ ഭയങ്കര തിരക്കാട്ടോ അവിടെ, ടിക്കറ്റ് എടുക്കാനടുത്ത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഓൺലൈൻ എടുത്തു. 45 രൂപ വെച്ചുള്ളൂ കേട്ടോ ഒരാൾക്ക്. ഓൺലൈൻ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. 90 രൂപ 2 പേർക്ക്. അപ്പോൾ അങ്ങോട്ട് കയറുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത്. ഇത് ഫുള്ളിന്ന് തിരക്കാട്ടോ അല്ലേ. പക്ഷെ എനിക്ക് ഇവിടെ 50 രൂപ തോന്നുന്നു അല്ലേ. ഓൺലൈൻ എടുക്കുന്നതുകൊണ്ട് 5 രൂപ കുറവുണ്ടെന്ന്. കേരളസേ നമുക്ക് ഗൈഡാണ് പുള്ളി. നമ്മുടെ കൂടെ കുറച്ച് നേരമായിട്ട് കൂടിയേക്കുമാണ്. ഒഴിവാക്കാൻ ഭയങ്കര പാടാണ് ഇവരെയൊക്കെ. നമ്മുടെ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞാൽ ഗൈഡുമാരുള്ളൂ. അതെ. ടിക്കറ്റ് കൗണ്ടർ അല്ലേ, ഇതുണ്ടല്ലേ. ഇതിന് ക്യൂ ആണ് ടിക്കറ്റ് കൗണ്ടറിന്റെ. ഭയങ്കര തിരക്കാ. That is entry queue. Yeah, ticket we just took the ticket actually. Online se. അപ്പോൾ അതെ ഇതിലായിട്ട് അകത്തോട്ട് കയറണേ. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, ഇനി ഇവിടെ വന്ന് അകത്തോട്ട് കയറുക. അതെ ഒരു താജ്മഹലിൻ്റെ ഒരു മുകളിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടിക്കറ്റും കാണിച്ച് പിന്നെ അവിടെ ചെക്കിങ് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇത് ഈ ഒരു വഴി കൂടെയാണ് അകത്തേക്ക് പോകാൻ പോണേ. അങ്ങനെ നമ്മളത് താജ്മഹലിൻ്റെ അങ്ങോട്ട് കയറുന്ന ആ ഒരു ഇതിനെന്നടാ പറയണേ, ഒരു കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കയറി നമ്മളിനി കീപ് ഡിസ്റ്റൻസ് ഫ്രം മങ്കീസ്. ഇവിടെ കുരങ്ങിൽ ഒത്തിരി എക്സിറ്റ് അടിക്കണം, ടിക്കറ്റ് കാണിക്കണം അല്ലേ. ഭയങ്കര തിരക്കാണ്. പക്ഷെ നേരത്തെ വന്നു കഴിഞ്ഞാൽ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് 5 മണിയാകുമ്പോൾ വെളുപ്പിന് 5 മണിക്ക് താജ്മഹൽ തുറക്കും. അപ്പോൾ നമ്മൾ 5 മണിക്ക് ശേഷം വരുവാണെങ്കിൽ ഈ പറയുന്ന വലിയ തിരക്കിലാണ്. നമുക്ക് 2 ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പോരാം. പക്ഷെ എന്നാലും ഈ ഇപ്പം പാക്കേജ് വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം അവരൊക്കെ രാവിലെ മാക്സിമം കണ്ടിട്ട് വേഗം തന്നെ പോകാനുള്ള പരിപാടിയിലല്ലേ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന മിക്കവരും മലയാളികളായിരിക്കും. കാരണം ഇപ്പോൾ ഈ സീസൺ എന്ന് പറഞ്ഞാൽ മലയാളി സീസണാണ്. കാരണം നമ്മുടെ നാട്ടിൽ സ്കൂളെല്ലാം അടച്ചുകൊണ്ട് തന്നെ പിള്ളേരായിട്ട് എല്ലാവരും തന്നെ താജ്മഹൽ ഇറങ്ങുന്നതുകൊണ്ട് ഒത്തിരി മലയാളീസാണ്. നമ്മളിപ്പോൾ ഈ വന്ന വഴിക്കാൻ കണ്ടില്ലേ, മലയാളീസിനെ 2-3 പേരെ കണ്ടില്ലേ. 2 പേരെ കണ്ടു. പിന്നെ ഇപ്പോൾ ബൈക്കിന് നമ്മളവിടെ വന്നപ്പോൾ ബൈക്കിനും കണ്ടു. അങ്ങനെ നമ്മൾ 50. അപ്പോൾ നമ്മൾ ആ ഒരു വെസ്റ്റ് സൈഡിൻ്റെ കയ്യിൽ കയറിയതേ നമ്മൾ ഗേറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഗേറ്റും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്നൊരു ഫ്രെയിമുണ്ട്, ഭയങ്കര രസമാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ മൊത്തത്തിലൊരു വ്യൂ കിട്ടും. ആ ഒരു ഗേറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ആ ഒരു ഗേറ്റൊക്കെ ഫുള്ളായിട്ട് തന്നെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ്. നല്ല തിരക്കാണ്. ഇതൊക്കെ താജ്മഹലിൻ്റെ പാട്ടാണ്. ഇതൊക്കെ തന്നെ താജ്മഹലിൻ്റെ പാട്ടാണ്. ഭയങ്കര വൈഡായിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. കണ്ടല്ലോ, അങ്ങ് കിടക്കും കേട്ടോ ഉള്ളത്. ഒരു ഗേറ്റിൽ തന്നെ എന്തോരം കുത്തുപണികളും കാര്യങ്ങളൊന്നും അറിയോ, ഒരു രക്ഷയില്ല.
പണ്ടത്തെ കടയൊക്കെ കുറേ തന്നെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ്. നമ്മൾ ഒത്തിരി ബ്രിട്ടീഷുകാരും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയണത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. വേണ്ടല്ലേ, അടിപൊളി. ഇവിടെ നമുക്ക് ഇനി അകത്തോട്ട് വേണമെങ്കിൽ മാസ്ക് വേണം. മാസ്ക് ഇടണം. മാസ്കിന് വരാൻ ടവലുണ്ട്. ടവൽ കിട്ടാൻ ഓർത്തായിരിക്കണം. ഇപ്പോൾ ടവലും കിട്ടി നേരെ അകത്ത് കയറുക. കണ്ടല്ലേ, ഇവിടുന്ന് ആ താജ്മഹലൊക്കെ കാണാൻ പറ്റും. ആ ഒരു ഗേറ്റിൻ്റെ അകത്തോടെ കേട്ടോ. പൊളിയാണ്, രക്ഷയില്ല. ഫുള്ള് കൊത്തുപണികളാട്ടോ. നിങ്ങൾക്ക് ഇതുണ്ടല്ലേ, ഫുള്ള് പണികളാണ്. അപ്പോൾ അതെ ഈ ഒരു എൻട്രി ഗേറ്റ് കടന്നത് ഇവിടുന്ന് ആ ഒരു താജ്മഹലിൻ്റെ വ്യൂ ഉണ്ടോ, കാണാൻ പറ്റില്ല, റൈറ്റാണ്. ഇതൊക്കെ ഒരു ടർക്കിഷ് ലാമ്പാണ്. നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ വായിച്ചു ഓർക്കുന്നുണ്ട്. ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഒരു ഫ്രെയിമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. ഇവിടെ നിന്ന് തെളിഞ്ഞ താജ്മഹലാണ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് പറയുന്നത് ശരിയാണ്. കാരണം നമുക്ക് ഇവിടെ നോക്കി നമ്മളൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു വിസ്മയം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അതില്ല, ഫുള്ളാളാണ്. ഒരു രക്ഷയില്ലാതെ ഇട സൈഡിൽ ഒരു മോസ്ക്, ഇപ്പുറം മറ്റേ ഒരു കബറിടാണ് കാണാൻ. എൻ്റെ മോനെ, അടിപൊളി. ഓ കണ്ടല്ലേ, മെയിൻ സ്പോട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അവിടെ നിന്ന് എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കും കേട്ടോ. ഒത്തിരി ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ല ഇവിടെ. ഈ രക്ഷയില്ല. ഇവിടെ നിന്നിട്ട് അവരുടെ ഏരിയ ഇത്. അവിടെ നമ്മളെ മാറ്റി നിർത്തി നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റണല്ലോ അവിടെ നിന്ന്. അതെ, ഇവിടുത്തെ മെയിൻ പോസ് തന്നെ അറിയാം. മെയിൻ പോസ് മറ്റേ താജ്മഹലിൻ്റെ മുകളിലെ സംഭവമില്ലേ, അതിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ തൊടും, ഇങ്ങനെ പിടിച്ചു വെക്കും. ഒരാളതിനെ തൊപ്പി വയ്ക്കും. ഇവിടെ കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്. പല രീതിയിലാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഓരോ എല്ലായിടത്തും സമ്പ്രദായങ്ങളാകുമ്പോൾ പിന്നെ അതെ അതെ അതെ. ഗൈഡുകളൊക്കെ ചുമ്മാ ഹെവി ആട്ടോ. ചുമ്മാ ഇൻസേർട്ടൊക്കെ ചെയ്ത് സൺഗ്ലാസ് ഒക്കെ വെച്ച് ഇതാണല്ലേ ഇങ്ങനെ ഗൈഡുകൾ. ഇതിന്റെ ഈ എൻ്റെ ഒരു പകുതിയോളം ഗൈഡ് കൊണ്ടെന്ന് തോന്നുന്നു. എന്തോരം പറയാം, നമ്മള് ഗൈഡെ തട്ടിയിട്ട് നടക്കാൻ മേല റൂട്ടില്. അത് കൂടെ തന്നെ ഷൂ ഒക്കെ ഇട്ട് നല്ല സ്പീഡിലും മറ്റേ ഇൻസേർട്ടൊക്കെ ചെയ്ത് പൊളിയാ. നല്ല പൈസ ഉണ്ടാക്കണ്ടോ എന്തായാലും. ഇങ്ങനെ പൈസ ഉണ്ടാക്കണ്ട്. ഉണ്ടല്ലേ ആ വാട്ടർ ഫൗണ്ടൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് താജ്മഹൽ അവിടെ. എന്നാ വലുതല്ലേ. എനിക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാണെങ്കിൽ 250 രൂപയുടെ വേറെ പാസ് എടുക്കണം. വേറെ പാസ് അല്ലേ. ഇതിൻ്റെ പുറത്തെല്ലാം കയറാൻ 45 രൂപ. നമ്മൾ ആയ്മോർത്ത് അവിടെ 50 രൂപ കഴിക്കണം. ഓൺലൈൻ എടുക്കൊണ്ട് പൈസ കുറവുണ്ട്. പിന്നെ ഇത് ആ ഒരു തോട്ട ഒരു കവാടം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വ്യൂ ഉണ്ട് മോനെ, ഒരു രക്ഷയില്ല. അത് തന്നെ, നമ്മുടെ മറ്റേ വായ അടപ്പിച്ച നമ്മളിങ്ങനെ വായ മുളിച്ചിരിക്കുക, അതുപോലത്തെ ഒരു വ്യൂ ആണ്. നമ്മളീ ഫോട്ടോയിലെ കാണല് ഇത്രയും വലുതാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ചെറിയൊരു സംഭവമായിട്ട്. അതെ അതെ, ഞങ്ങൾക്ക് ആ ബെറാമമ്പർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ ഒരു ചെറിയൊരു മിനി സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വലിയ സെറ്റപ്പായിട്ട് തോന്നിയില്ല. അത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ ഇതെന്ത് ഐറ്റാല്ലേ മോനെ, ഒരു സംഭവം തന്നെയാട്ടോ. വെറുതെ അല്ല 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ വിളിക്കണേ. ഈ ഫൗണ്ടൻ ഇങ്ങനെ എത്തയുണ്ട് കേട്ടോ അല്ലേ, വട്ട എത്തയുണ്ട്. ഇതിലൂടെ കയറി നമുക്ക് ആ ഒരു മുമ്പിച്ചില്ല. നമുക്ക് ഈ ഒരു റൗണ്ട് അടിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പാസ്. അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ വേറെ പാസ്സാണ്, വേറെ സെപ്പറേറ്റ് പാസ്. പൊളിയാട്ടോ, കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് അല്ലേ. പിന്നെ ഇതിനകത്ത് തന്നെ വേറെ താജ് മ്യൂസിയം എന്ന് പറഞ്ഞ താജ് മ്യൂസിയം ഉണ്ട് കേട്ടോ. അതുണ്ടല്ലോ, ഇത് ഇവിടുത്തെ മെയിൻ പോസാണ് കാണുന്നത്. താജ്മഹലിനെ തൂക്കി എടുത്തേക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇത് എവിടെ വേറെ എത്തും തൂക്കി എടുത്തേക്കണം. നീ ആ പോസ് മെയിൻ പോസാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാണാൻ പറ്റണ്ടോ നോക്കി, ഞാൻ ഒന്ന് പിടിക്കാം. നീ പിടിച്ചേ, ഞാൻ നോക്കട്ടെ. കേട്ടോ ഇച്ചിരി ആ കിട്ടി. ഇല്ല കിട്ടിയില്ലേ, ഇച്ചിരി കയറിയത്. ഈ സൈഡിൽ നിന്ന് പിടിച്ചോ, ഈ സൈഡിൽ നിന്ന് തൂക്കി എടുത്തോ. ഈ സൈഡിൽ ആ തൂക്കിക്കോ. കിട്ടിയോ? ഇങ്ങോട്ട് കൈ ഇച്ചിരി നീട്ടി പിടിച്ചേ. തൂക്കിടാ, തൂക്കി താജ്മഹലിനെ തൂക്കി. എന്തൊക്കെയാലേ രക്ഷയില്ല ഇവിടെ. ശരിക്കും ഈ ഇപ്പൊ നമ്മളൊരു 6-7 ലിറ്റർ വെള്ളം കുടിച്ചാൽ നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും പറ്റത്തില്ല. കാരണം വെള്ളം അതുപോലെ ഫുള്ള് നമ്മുടെ ശരീരം നമ്മൾ വലിച്ചെടുക്കുകയാണ്. അത്രയ്ക്ക് കത്തിപ്പോകുന്നുണ്ട്. അമ്മാതിരി ചൂടാണ്. നാട്ടിലൊക്കെ ഇപ്പൊ ഇതിന്റെ ഒരു 10-1 ചൂടില്ലായിരിക്കും ഇവിടുത്തെ. കാരണം നമ്മൾ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് അവിടെയൊക്കെ തണുപ്പും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വലിയ ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ, നിൽക്കാൻ മേലെ ചൂടിലേക്ക് നമ്മൾ വന്നേക്കണം. അപ്പോൾ നമ്മളിതൊക്കെ പറഞ്ഞ സമയം കളഞ്ഞു. നമ്മൾ താജ്മഹലിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഇതുണ്ടല്ലേ, ഫുള്ള് മാർബിൾ തീർത്തൊരു വിസ്മയം. ഈ താജ്മഹലിനെ കുറിച്ച് നമുക്കിങ്ങനെ
ഇത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒത്തിരി ഹിസ്റ്ററീസും കാര്യങ്ങളൊന്നും പറയാതെ. നമ്മളൊക്കെ ഒത്തിരി പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ചെറുത് തന്നെ ഇതിനെക്കുറിച്ച് ഇനിയും പറഞ്ഞ് നമ്മളത് വെറുതെ ബോറാക്കുള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലേ നമ്മളിപ്പുറത്തെ വശത്തോട്ട് എത്തുന്നുണ്ട് താജ്മഹലിലെ. നമുക്ക് ഈ ഒരു വഴികൾ കയറി പോകണമെങ്കിൽ മറ്റേ ഹെവി പാസ് വേണം. ഇതിലാണ് നമുക്ക് നോർമൽ പാസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഉണ്ടല്ലേ ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാണ്. അപ്പോൾ വേണ്ടല്ലേ താജ്മഹലിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കാണുന്നത്. ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. നമുക്ക് മോസ്കിൽ വേണമെങ്കിൽ കയറാൻ പറ്റും. ചെരുപ്പപ്പുറം ഊരിട്ട് വേണം മോസ്കിൽ കയറാൻ പറ്റും. അതുണ്ടല്ലേ ഇവിടെയൊക്കെയാണ് നമ്മൾ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഇവിടെ ഫോട്ടോയും വീഡിയോസും. അപ്പോൾ അതെ നമ്മൾ താജ്മഹലിൻ്റെ ഇപ്പുറത്തോട്ട് യമുന നദി ഒഴുകുന്നുണ്ട് ഉണ്ടല്ലോ. അവിടെ ഇതുപോലെ തന്നെ ഫോട്ടോ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട് ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ഇങ്ങനെ ആളിറങ്ങാണ്ടിരിക്കാനാണ് തോന്നുന്നു. ഫുള്ള് വെയില് കെട്ടി കമ്പി കെട്ടി തിരിച്ചേക്കുവാണ്. ഇപ്പുറത്തോടെ ഒക്കെ അത് തിരിച്ചേക്കുവാണ്. ഇപ്പോഴും വെള്ളമുണ്ട് കേട്ടോ, ഒഴുക്കുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞാൽ വേനലാളിലും ഒഴുക്കുണ്ട്. പിന്നെ നമ്മൾ പാസ് എടുത്തേക്കുന്നത് 12 മണിയാണ്, ബിഫോർ നൂണാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ചെല്ലേണ്ടതാണ്. ഇതുണ്ടല്ലേ അടിപൊളി. ഒത്തിരി മലയാളികളാണ്. നമ്മളിങ്ങനെ മലയാളം പറഞ്ഞ് പോകുന്നതായിരിക്കും ഒത്തിരി ഒച്ച കേൾക്കുന്നതാണ്. കേട്ടോ ഒരു മാർബിൾ, വൈറ്റ് മാർബിളാണ്. ഭയങ്കര ഭംഗിയാണ്. അമലങ്ങ് പോയി ചൂടാന്ന് പറഞ്ഞ് വിട്ടുപോയി. ഞാൻ പുറകെയാണ്. ഇതിലൊക്കെ തന്നെ കയറാനായിട്ട് വാതിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എല്ലാം പൂട്ടേക്കാണ്. സ്നേഹേ വ്ളോഗ് ബനാത്തെ വ്ളോഗ്. अब कहाँ से हम आगरा लोकल क्या कह रहे हैं? प्रसाद है, प्रसाद बाबा का प्रसाद है. थोड़ा ബാബയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ് മലരും കേട്ടല്ലേ. चाचा कहाँ से है? आगरा लोकल. नाम क्या है? अजय सिंह. अरे വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് ചോദിച്ചേ. സാധനം കണ്ടില്ലേ ഇത്? ശരിക്കും ഒരു മധുരമുള്ളതാണ്. നേരത്തെ മലരാണ് ആദ്യം ഓർത്തത്, പക്ഷേ മലരല്ലാണ്. ഒരു മധുരമുള്ള ഒരു സ്വീറ്റാണ്. അടിപൊളി, കൊള്ളാം. അതുണ്ടല്ലേ മറ്റേ നോർമൽ കടലയാണ്, പക്ഷെ ഇത് വേറെ ഐറ്റാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമുക്ക് ഇനി തിരിച്ചു പോകണം. അവൻ നേരെ വിട്ടുപോയി. ഭയങ്കര വെയിലാണ്. നമുക്ക് 12 വരെയാണ് പാസ് ഇട്ടേക്കണേ. നമുക്ക് വെസ്റ്റ് സൈഡാണ് ഗേറ്റ് ചെയ്തിട്ട് നമ്മൾ വെസ്റ്റ് സൈഡിൽ തന്നെ ഇറങ്ങണം. അപ്പം അതിലാണ് എക്സിറ്റ് എന്ന് തോന്നുന്നു. അതിൽ എക്സിറ്റ്.